തുർക്കിയിലെ തീവ്ര ഇസ്ലാമിസ്റ്റ് ഭരണാധികാരി എർദോഗൻ ക്രൈസ്തവരുടെ പുണ്യപുരാതന ദേവാലയം ഹാഗിയ സോഫിയ പിടിച്ചെടുത്ത് മോസ്കാക്കിയതിന്റെ 1ാം വാർഷികമാണ് ഇന്ന്. എർദോഗൻ ഹാഗിയ സോഫിയ പിടിച്ചെടുത്ത നാളുകളിൽ ആ നടപടിയെ പിന്തുണയ്ക്കുവാനും ആ പിടിച്ചെടുക്കൽ ആഘോഷിക്കുവാനും നമ്മുടെ കൊച്ചു കേരളത്തിലും ചില സംഘടനകൾ തയ്യാറായി എന്നത് ക്രൈസ്തവരുടെ മനസ്സിൽ ഇനിയും ഉണങ്ങാത്ത മുറിവായി ഇന്നും അവശേഷിക്കുന്നു. സമാധാനത്തിന്റെ സന്ദേശവാഹകരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പലരും ആ നടപടിക്കെതിരെ പ്രതിഷേധിക്കുന്നതിന് പകരം അർത്ഥഗർഭമായ മൗനം ഭജിച്ചതും അവരിൽ ചിലർ സന്തോഷം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നതും മറക്കാനാകാത്ത ഓർമ്മയായി കേരളത്തിലെ മതേതര മനസ്സുകളിൽ ഇപ്പോഴും അവശേഷിക്കുന്നു. പതിറ്റാണ്ടുകളായി ക്രൈസ്തവർ പിന്തുണച്ചിരുന്ന UDF മുന്നണിയുടെ ഭാഗമായ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ മുഖപത്രമായ ചന്ദ്രികയിൽ പോലും എർദോഗന്റെ നടപടിയെ പ്രശംസിച്ച് എഡിറ്റോറിയൽ എഴുതിയതിനെയും മതേതര കേരളം ആശങ്കയോടെ തന്നെയാണ് കണ്ടത്. പിന്നീട് വന്ന 2 തെരഞ്ഞെടുപ്പുകളിലും ചന്ദ്രികയിലെ എഡിറ്റോറിയൽ തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുകയും ആ വിഷയം UDFന്റെ വിജയ സാധ്യതയെ തീരെ ചെറുതല്ലാത്ത വിധത്തിൽ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. അതിന്റെ ഫലമെന്നോണം UDF പ്രതിപക്ഷത്തായി പോവുകയും ചെയ്തു എന്നതിനും ചരിത്രം സാക്ഷി. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തകർക്കപ്പെട്ട ബാബറി മസ്ജിദിനെ ഓർത്ത് ഇപ്പോഴും വിലപിക്കുന്നവരാണ് 16 നൂറ്റാണ്ട് പഴക്കമുള്ള ക്രൈസ്തവ ദേവാലയത്തെ പിടിച്ചെടുത്ത് മോസ്കാക്കിയ നടപടിയെ പ്രശംസിച്ചത് എന്നതും ഒരു വൈരുദ്ധ്യം. അതിനു പിന്നിലെ ചേതോവികാരം പിടികിട്ടണമെങ്കിൽ മധ്യപൂർവേഷ്യയുടെ ചരിത്രം പഠിച്ചാൽ മതിയാകും. ഇസ്ലാം മതത്തിന്റെ ഉത്ഭവത്തിന് മുമ്പ് AD 537 ചർച്ച് ഓഫ് ഹോളി വിസ്ഡം അഥവാ ഹാഗിയ സോഫിയ എന്ന പേരിൽ ജസ്റ്റീനിയൻ ചക്രവർത്തിയാണ് ചരിത്ര സ്മാരകം കൂടിയായ ഈ പുരാതന ക്രൈസ്തവ ദേവാലയം നിർമ്മിച്ചത്. പിന്നീട് ഈ കത്തീഡ്രൽ ദേവാലയം 1000 വർഷത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ ദേവാലയമായി തുടർന്നു പോന്നു. എന്നാൽ 1453 ഓട്ടോമൻ സുൽത്താൻ തുർക്കി രാജ്യം കീഴടക്കിയപ്പോഴാണ് ഈ ദേവാലയത്തെ ആദ്യമായി മോസ്കായി മാറ്റിയത്. 1935 ഹാഗിയ സോഫിയയെ അന്നത്തെ ഭരണാധികാരികൾ ചരിത്ര മ്യൂസിയമാക്കി പ്രഖ്യാപിച്ചു. 1931 പുറത്തിറക്കിയ ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച ദേവാലയം കൂടിയാണ് ഹാഗിയ സോഫിയ. 1985 ഈ പുരാതന ക്രൈസ്തവ ദേവാലയത്തെ വേൾഡ് ഹെറിറ്റേജ് ബിൽഡിംഗ് ആയി യുനെസ്കോ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങനെ തുർക്കിയിലെ പുരാതന ക്രൈസ്തവ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ സ്മാരകവും ക്രൈസ്തവർ ഏറെ വൈകാരിക ബന്ധവും കാത്തു സൂക്ഷിച്ചിരുന്നതുമായ ഹാഗിയ സോഫിയെ എർദോഗൻ എന്ന തീവ്ര ഇസ്ലാമിസ്റ്റ് ഭരണാധികാരി മോസ്കാക്കി മാറ്റാൻ തീരുമാനിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചത് പല കാരണങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഈ നടപടിയിലൂടെ രാജ്യത്തെ യാഥാസ്ഥിതിക വിശ്വാസികളെ തൃപ്തിപ്പെടുത്തി എർദോഗന്റെ ഭരണപരാജയങ്ങൾ മറച്ചു പിടിക്കുക എന്നത് തന്നെ ആയിരുന്നിരിക്കണം. റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ തലവൻ മോസ്കോയിലെ സിറിൽ പാത്രിയാർക്കീസ് ക്രിസ്ത്യൻ സംസ്കാരത്തിലെ ഏറ്റവും മഹത്തായ സ്മാരകമെന്ന് വിശേഷിപ്പിച്ച ക്രൈസ്തവ ദേവാലയത്തെയാണ് എർദോഗൻ ക്രൈസ്തവർക്ക് ആ ദേവാലയത്തോടുള്ള വൈകാരിക ബന്ധത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ 2020 ജൂൺ 10 പിടിച്ചെടുക്കി മോസ്കാക്കി മാറ്റിയത്. ഹാഗിയ സോഫിയ പിടിച്ചെടുത്ത് 1 വർഷം തികയുന്ന ഈ നാളിലും അതിനെ ആഘോഷിക്കുന്ന ഒരു കൂട്ടരെയാണ് ഇന്നും സോഷ്യൽ മീഡിയയിൽ നാം കണ്ടത്. കഴിഞ്ഞ 1 വർഷത്തെ സംഭവ വികാസങ്ങളെ നിഷ്പക്ഷതയോടെ വിലയിരുത്തുന്ന ആർക്കും ബോധ്യമാകുന്ന ഒരു സത്യമുണ്ട്. എർദോഗൻ എന്ന മതമൗലികവാദിയുടെ ആ നടപടിയെ ഇസ്ലാമിക ലോകത്തെ വലിയൊരു വിഭാഗം പിന്തുണച്ചതിലൂടെ ലോകം മുഴുവൻ ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങൾ തമ്മിൽ അകൽച്ച സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിലും സംഭവിച്ചത് മറ്റൊന്നല്ല. ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് ഹാഗിയ സോഫിയ പിടിച്ചെടുക്കൽ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അഭിപ്രായ ഐക്യവും പൊതു ലക്ഷ്യവുമില്ലാതെ പ്രവർത്തിക്കുന്ന വിവിധ ക്രൈസ്തവ സമൂഹങ്ങളും സംഘടനകളും ക്രൈസ്തവ വിശ്വാസം എന്ന ഒറ്റ ചരടിൽ പിടിച്ച് ഐക്യത്തോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ ഹാഗിയ സോഫിയ പിടിച്ചെടുക്കലുകൾ തുർക്കിയിൽ മാത്രമല്ല
ലോകം മുഴുവൻ വ്യാപിക്കാൻ അധിക കാലം വേണ്ടിവരില്ല എന്ന ഓർമ്മപ്പെടുത്തൽ. ഹാഗിയ സോഫിയ പിടിച്ചെടുക്കലിന്റെ 1-ാം വാർഷിക ദിനത്തിലെങ്കിലും ആ ഓർമ്മപ്പെടുത്തലിന് ചെവി കൊടുക്കുവാൻ ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സമൂഹത്തിന്, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് കഴിയട്ടെ.